നല്ലൊരു അടിപൊളി ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഞാനും അനേറയും കൂടിയിട്ട് വൈകുന്നേരം ആയപ്പോ മമ്മീനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പേരിൽ ഇറങ്ങിക്കാണ്. മമ്മി കുറച്ച് ദിവസമായി എന്നോട് പറയണു കുരുമുളക് പൊട്ടിക്കണം എന്ന്. കാരണം കുരുമുളക് ഇപ്പൊ നിൽക്കുന്നത് കുറച്ചധികം ഹൈറ്റിലാണ് കേട്ടോ. അപ്പൊ മമ്മിക്ക് ഇത് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മമ്മി എന്നോട് പൊട്ടിക്കാൻ കുറച്ച് ദിവസമായി പറയണു. അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ടും ഇന്ന് ലീവ് ആയതുകൊണ്ടും നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. ആകെ കിട്ടുന്ന ഒരു ദിവസമല്ലേ. അങ്ങനെ നമ്മൾ കുരുമുളക് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിക്കാണ്. ചിലതൊക്കെ പഴുത്തു തുടങ്ങിട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ പിടിച്ചൊക്കെ കയറി കുരുമുളക് പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഇത് മാവിലാണ് കേട്ടോ മമ്മി പടർത്തിയിട്ടുള്ളത്. അങ്ങനെ മമ്മി ഓരോ മാവുകളിൽ പടർത്തിയിട്ടുണ്ട് കേട്ടോ. മാവിൽ നന്നായിട്ട് അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. ഇത് ഒരു മാവിന്ന് കിട്ടിയതാണ് കേട്ടോ. മമ്മി അങ്ങനെ 2-3 മാവുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മൾ വെറുതെ ചുമ്മാ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ. കാരണം കുറെ നാളായിട്ട് മമ്മിക്ക് കുരുമുളകിൽ ഒരു പ്രത്യേക ഒരു ക്രേസ് ആണ്. പിന്നെ ഇപ്പൊ ക്രേസ് കൂടി കൂടി ഓരോ സ്ഥലത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കുക്കുംബർ ആണ്. പക്ഷെ ഇത് ആദ്യം ഉണ്ടായപ്പോ വലിയ വൃത്തിയില്ലാണ്ട് ഉണ്ടായിരുന്നേ. കേടുപോലെയൊക്കെയാണ് വന്നത്. പിന്നെ ഇപ്പൊ മമ്മി കുറച്ചും കൂടി നന്നായിട്ട് നോക്കി ഇപ്പൊ കുഴപ്പമില്ലാണ്ട് കുക്കുംബർ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. 2-3 കിട്ടിയിട്ടുള്ളൂ. പിന്നെ തക്കാളി നന്നായിട്ട് ഉണ്ടാവും. പിന്നെ മമ്മിയുടെ കുഞ്ഞു കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഇടയിൽ നമ്മൾ മാവിന്ന് മാങ്ങ കൂടി പൊട്ടിച്ചിരുന്നു കേട്ടോ. കാരണം മൂവാണ്ടൻ മാങ്ങയുടെ സീസണൊക്കെ ആയില്ല. ഇപ്പൊ മാങ്ങയുടെ മൊത്തത്തിൽ സീസണാണ്. അപ്പൊ അതേ മൂവാണ്ടൻ മാങ്ങ നമ്മൾ കുറച്ച് കറിയിലൊക്കെ വെക്കാനായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഈവനിങ് ഒക്കെ ആയി. ഈവനിങ്ങിൽ പപ്പ നമുക്ക് നല്ല ഫ്രൈഡ് റൈസും 65 ഒക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഈവനിങ് ആഘോഷിച്ചു.